പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും പാപമല്ലടോ. അതൊക്കെ ഇന്ന് സാധാരണ കാര്യമായി. ഒരു പെണ്ണിന്റെ കൈ പിടിക്കുന്നത്, ഒരു പുരുഷന്റെ കയ്യിൽ തൊടുന്നത്, കൂടെ പഠിക്കുന്നവന് തൊട്ടാൽ എന്റെ പൊന്നുമോൾക്ക് ഫർദയിട്ടവൾക്ക് കുഴപ്പമില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകളാണ്. എന്റെ ചെറുപ്പക്കാരികളോട് പറയുകയാ, വ്യഭിചാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയുമോ? പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈയ്ക്ക് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമാ. സിനിമ കാണുന്നത്, സീരിയല് കാണുന്നത്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അത് കണ്ണിന്റെ വ്യഭിചാരമാണ് വാപ്പാ. ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരമാ. നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരമാ. കൈ കൊണ്ട് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. കാമുകന്റെ കൂടെ നടക്കുന്നത് കാലിന്റെ വ്യഭിചാരമാ. സെക്സ് ചിന്തിക്കുന്നത് ഹൃദയത്തിന്റെ വ്യഭിചാരമാ. പെങ്ങളെ, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. തൊടുന്നത് പാപമാ മോളെ, തൊടുന്നത് പാപമാ. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എങ്ങനെയാ? എന്റെ ചെറുപ്പക്കാരാ, പാപമാടാ. അല്ലാഹനെ പേടിച്ച് ജീവിക്കടാ പൊന്നുമോനെ. അല്ലാഹുവേ, കാലഘട്ടം എത്ര മോശമാണെങ്കിലും, സാഹചര്യം എത്ര മോശമാണെങ്കിലും, ഉസ്താദേ റോഡിലൂടെ പോകുമ്പോ പലതും കണ്ടുപോകുമല്ലോ. ഇന്നങ്ങനെയാണല്ലോ. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോനെ.